വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? വീട്ടിൽ നിന്ന് അച്ഛനുണ്ട്. അച്ഛൻ വന്നിട്ടുണ്ട്. ആ, അതെ. അച്ഛാ നമസ്കാരം. അച്ഛൻ കടന്നു വരൂ, വേദിയിലോട്ട് വരൂ. അച്ഛൻ ആദ്യമായിട്ടാണ് ഈ ഒരു വേദിയിൽ വരുന്നത് അല്ലേ? വേദിയിൽ ആദ്യമായിട്ടാണ്. എല്ലാ ദിവസവും ഇവിടെ വന്നായിരുന്നു. ഇപ്പതാ ഇവിടെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെ മകളുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ആസ്വദിച്ചോ? നന്നായിട്ട് പാടിയിട്ടുണ്ട്. ആദ്യ റൗണ്ടിൽ ഉണ്ടായിരുന്ന ആതിരയാണോ ഇപ്പോൾ ഉള്ള ആതിര? അല്ലല്ല, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അതെ, അതിലേറ്റവും അനുഗ്രഹം എന്ന് പറയുന്നത് 2 ജഡ്ജസിന്റെ മുമ്പാകെ പാടാൻ കഴിഞ്ഞല്ലോ. അതെ, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അച്ഛന് വലിയ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു മോളെ കിട്ടിയത്. അതെ, അസലായിട്ട് പാടുന്ന ഒരു സുന്ദരി കുട്ടി. ഞാൻ അറിഞ്ഞു ആതിരയുടെ മോള് നന്നായി പാടുന്ന. ശരിയാണോ? അതെ. എവിടെ പാടും? വന്നില്ല. വന്നില്ല. ക്ലാസ് ഉണ്ടോ? ഹസ്ബൻഡ് പാടും. ആണോ? കഴിഞ്ഞ പ്രാവശ്യം നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഇവിടെ പാടാൻ വേണ്ടി വന്നതാ. പക്ഷെ ആ സമയപ്പത്തേക്കും പാവം ഉറങ്ങിപ്പോയി. അതെ അതിര അച്ഛൻ പാട്ട് പാടുവോ? ഇല്ല ഇല്ല, അമ്മ പാടും. അമ്മ പാടും. കണ്ണ് ഇങ്ങനെ നിറഞ്ഞ് തുടുക്കുന്നു അല്ലേ? അതെ. എന്തൊരു നിമിഷം. തീർച്ചയായിട്ടും നമ്മള് ഈ ഒരു ഷോയിലൂടെ ഇത്തരത്തിലുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ നേരിട്ട് കാണാനുള്ള ഒരു വലിയ ഭാഗ്യം നമുക്ക്. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഒരു വേദിയിൽ ആദ്യമായിട്ടാണോ അച്ഛനും മകളും ഒരുമിച്ച് നിൽക്കുന്നത്? അല്ലല്ല, ഇതിനു മുമ്പ് നിന്നിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന്റെ സന്തോഷാണ് അല്ലേ? അതെ, സന്തോഷമാണ്. നല്ല കമന്റ് ആണല്ലോ കിട്ടിയിരുന്നത്. അതിലുള്ള സന്തോഷം. അതിലേക്ക് ഒരു പ്രൊഫഷണലിസം ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് വേദികളിൽ പാടിയതിന്റെ ഒരു അനുഭവം വെച്ചിട്ട് ആ ഒരു പ്രൊഫഷണലിസം ഉണ്ട്. പിന്നെ പെട്ടെന്ന് പറയുന്ന സാധനങ്ങൾ പിക്ക് ചെയ്ത് പാടാനും അതിലൊരു മാറ്റം വരുത്താനും ഒക്കെ ഉള്ള ഒരു കഴിവുണ്ട്. നല്ലതാണ്. താങ്ക് യു ചേച്ചി. അപ്പോ ഇനിയും ഇതേപോലെ ഒരുപാട് അവസരങ്ങൾ ഈ വേദിയിലൂടെ തന്നെ ലഭിക്കട്ടെ ആതിര. അപ്പൊ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. നല്ല അഭിപ്രായങ്ങളാണ് രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആതിരയുടെ ഈ കഴിഞ്ഞ പെർഫോമൻസുകളിൽ ഏറ്റവും നല്ല കമന്റ്സ് ഒക്കെ കിട്ടിയത് ഈ റൗണ്ടിലാണ് അല്ലെ? അപ്പൊ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കൊരു വാക്ക് തന്നിരുന്നു. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു കിണ്ണത്തപ്പം കൊണ്ടുവന്നു. അപ്പൊ സെമി ഫൈനലിലോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹലുവ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. വാക്ക് പാലിച്ചോ പാലിച്ചില്ലേ? പാലിച്ചു. പക്ഷെ കൊണ്ടുവന്നത് അച്ഛനാണെന്നാണല്ലോ ഞാൻ കേട്ടത്. ശരി, അപ്പോ ഏത് കളറാ? 2 കളറുണ്ട്. ആണോ? ഇനി അലുവ വിതരണമാണ് നമ്മുടെ ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. അതാണ് നിനക്ക് ഏത് കളർ വേണ്ടത്? എനിക്ക് എല്ലാ കളറും ഇഷ്ടം. ശരി, എങ്കിൽ അലുവ പോരട്ടെ. ഇതൊരു 40 കിലോ കാണുമല്ലോ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഉള്ളതാ. അത് ഇനി ആലോചിക്കാം. നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കല്ലേ ഈ പരിപാടി? ആലോചിക്കാം, ഞാൻ പോട്ടെ. വീണോകൾ ഷുഗർ കൂടും വെറുതെ. എന്നാ നീ തുടങ്ങ. ഒരു ഓറഞ്ച് കൊടുത്തു, ഒരു Food ലൈറ്റ് ബ്രൗൺ. എത്തിക്കഴിഞ്ഞ എന്ത് കോമ്പറ്റീഷൻ, എന്ത് മത്സരം അല്ലേ? എവിടെന്നാ? കുറ്റ്യാടിന്ന്. അങ്ങനെ വലിയ ഫേമസ് ആയിട്ടുള്ള കടയാണോ? കടയല്ലേ, നമ്മളെ സുഹൃത്തുക്കളുണ്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നേ. ഇത് കഴിച്ചാലും അത് വേണ്ടി വരും. ഇത് തട്ടി പറഞ്ഞു പോയാൽ വലിയ സന്തോഷം ഉണ്ടാവില്ല ഈ ചിരിച്ചിരിക്കുന്ന ആൾക്കാരുടെ മുഖത്ത്. പിന്നെ ചേട്ടാ, വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ തേങ്ങാപ്പാലിൽ മാത്രം ചെയ്തതാ. ഓ, സ്പെഷ്യലായിട്ട് ചെയ്തതാ. ഓരോന്നിനും ഓരോ ഫ്ലേവർ ആണ്. ഈ ഓറഞ്ചിന് കുറച്ചുകൂടെ കശുവണ്ടിയുടെ ഒരു ടേസ്റ്റ്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് കഴിച്ചോളൂ ആദ്യം തന്നെ. ഇവരൊക്കെ കോഴിക്കോടിന്റെ ഉസ്താദുക്കളാണ്. എനിക്കൊക്കെ ഇഷ്ടംപോലെ അലുവ കിട്ടും, എന്നിട്ടാണ് ഒന്നും കൊണ്ടുവരാത്തത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അന്നൊന്നും ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. എവിടെന്നാ? തിരുവനന്തപുരത്ത് നിന്നല്ല വരണേ? അവിടെ എത്ര നല്ല പലഹാരങ്ങളുണ്ട്. അടുത്ത പ്രാവശ്യം ബോളി. ഓക്കെ, ബോളി കൊണ്ടുതരാം അടുത്ത തവണ വരുമ്പോ. അംബിസാമീന്റെ തന്നെ കൊണ്ടുവരണം. ഓക്കെ, ഉറപ്പ്, ബോളി കൊണ്ടുതരാം. കിട്ടാത്ത സാധനങ്ങൾ ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. കിട്ടിയ സാധനത്തിൽ സന്തോഷിക്കാം. അതെ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ജഡ്ജ് ഇവിടെ ഇല്ല. അതുകൊണ്ട് പോയി. ഈ വേദിയിൽ ഫുഡാണ് ഏറ്റവും പ്രശ്നം. എല്ലാരും അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യുന്ന ജോലിയൊക്കെ മറക്കും. എന്തിനു ഞാൻ വരെ മറക്കുന്നു. എനിക്ക് 2 വ്യക്തികളോട് ഒരു അഭ്യർത്ഥനയുണ്ട്. എന്താ? ഇവരോട് രണ്ടുപേരോടല്ലേ? പറഞ്ഞോളൂ. എന്റെ ഞാൻ ബാങ്കിൽ ജോലിക്കാരുണ്ട്. കക്കട്ട് സഹകരണ റൂറൽ ബാങ്കിൽ ജീവനക്കാരനാണ്. എന്റെ ബാങ്കിൽ എന്റെ സഹപ്രവർത്തകർക്കും അതുപോലെ ഇതും കഴിഞ്ഞ എപ്പിസോഡിൽ കൊണ്ടുവന്നിരിക്കുന്ന കിണ്ണത്തപ്പം ഉണ്ടാക്കിയ
എന്റെ നാട്ടിലുള്ള എന്റെ സുഹൃത്തുക്കൾക്കും ആ. വലിയൊരു ഹായ് രണ്ടുപേരും ഒന്ന് പറയാം. ഓ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് സ്നേഹം. അതെ. ഞങ്ങളുടെ വയറ് നിറയ്ക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഫുൾ ഓഫ് ഞങ്ങള് ലവ് ഹാപ്പിയാണ്. ഗ്രാറ്റിറ്റ്യൂഡ്. അതെ. താങ്ക് യു. ഇതിന്റെ പുറകെ ബില്ലൊന്നും വരില്ലല്ലോ. ഇല്ല അല്ലെ, നന്ദിയുടെ പുറകെ ബില്ല് വന്നാലേ. അപ്പൊ താങ്ക് യു സോ മച്ച് ആതിര. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നന്നായി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. Thank you. താങ്ക് യു.